ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഒരു കസേര, 3 പേരുകൾ. ഇന്നലെ തലയെണ്ണി. അതിൽ തലയെടുപ്പ് കേസിക്കാണ്. ലീഗും ജോസഫും പക്ഷേ വീടിക്കൊപ്പവും. സീനിയോറിറ്റി പറഞ്ഞ ചെന്നിത്തലയും കളത്തിലുണ്ട്. കേരളത്തിലെ കണക്കുകൂട്ടൽ കഴിഞ്ഞു. ഇനി ക്ലൈമാക്സ് ആണ്. അതങ്ങ് ഡൽഹിയിൽ 140-ൽ 102 നേടിയിട്ടും ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലാണ്. ഓരോ 100 മീറ്ററിലും പിണറായിയുടെ ഫ്ലെക്സ് എന്ന് പരാതിപ്പെട്ടവർ ഇന്ന് ഫ്ലെക്സ് വെക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. പാലഭിഷേകം മുതൽ പ്രകടനം വരെ. ഫലം വന്ന് 5 മിനിറ്റിൽ പ്രഖ്യാപനമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ അറിവിലേക്ക് ഭൂരിപക്ഷമില്ലാത്ത തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി കേട്ടോ. ഫലം വന്നിട്ടും അവസാനിക്കാത്ത വിസ്മയങ്ങളാണോ കോൺഗ്രസിൽ? കണക്കിൽ കെ.സിയും ജനവികാരത്തിൽ VDSും. ഇനി അറിയേണ്ടത് ആരുടെ ഹൈക്കമാൻഡ് എന്നാണ്. നമുക്കൊപ്പം അതിഥികളായി അഡ്വക്കേറ്റ് എ ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ഫസൽ ഗഫൂർ, ഡോക്ടർ ജി ഗോപകുമാർ, TK രാജഗോപാൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ എ ജയശങ്കർ, കണക്കുകളിലേക്കും ആരാകുമെന്നും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ വന്നൊരു ചിത്രമുണ്ട്. നോക്കൂ, ഇന്നലെ ഘടകകക്ഷി നേതാക്കളുമായി AICC നിരീക്ഷകർ തിരുവനന്തപുരത്തെ ഒരു 5 നക്ഷത്ര ഹോട്ടലിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ പണമില്ലാഞ്ഞിട്ടല്ല, ഫയല് വാങ്ങി അതിൽ സൂക്ഷിക്കേണ്ട ആ പേരെണ്ണിയ, ആ തലയെണ്ണിയ രേഖകളെന്ന് മനഃപൂർവ്വം തീരുമാനിച്ചതാണോ? അതുകൊണ്ടല്ലേ ഇതൊക്കെ എത്ര കാഷ്വലായിട്ടാണ് ഇതുപോലുള്ള ഗുരുതര സ്വഭാവമുള്ളതും അതേസമയത്ത് സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള കടലാസുകൾ എത്ര അലക്ഷ്യമായിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മുകുൾ വാസനിക് എന്നൊക്കെ പറഞ്ഞ ആളുകൾ. ഇവർക്ക് സ്വന്തം ജനിച്ച നാട്ടിൽ യാതൊരു അംഗീകാരവും ഇല്ലാത്ത ആളുകളാണ്. അതിൻ്റെ കൂടെ വേറൊരു ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ, അജയ് മാക്കൻ. ഈ മാക്കൻ ഉണ്ടല്ലോ, 15 കൊല്ലം മുമ്പ് ഇതുപോലെ സമയത്ത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ചീഫ് മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ്. ആ തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം തോറ്റുപോയി എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ മത്സരിച്ച് ഒരാൾ ജയിച്ചില്ല എന്നുള്ളതുമല്ല, ഇദ്ദേഹത്തിൻ്റെ ജാമ്യസംഖ്യ നഷ്ടപ്പെട്ടു. അതായത് സ്വന്തം നാട്ടിൽ അവൻ്റെ വീടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ചാൽ ജാമ്യസംഖ്യ തിരിച്ചു കിട്ടാൻ പറ്റാത്ത ആളുകളാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിക്കാനായിട്ട് അവിടെ നിന്ന് ചൂട്ടും കത്തിച്ച് പോകുന്നത്. അപ്പോൾ എന്തുമാത്രം സീരിയസ് ആണ് ഈ വിഷയങ്ങൾ എന്ന് മനസ്സിലായില്ലേ? ഇതിവിടെ ജയിച്ച MLA-മാർക്ക് ഒരു ഹാളിൽ യോഗം ചേർന്ന് അവരിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ചാൽ മതി. അതിനുള്ള അറിവോ പ്രാപ്തിയോ ലോകവിവരമോ ഇവിടെയുള്ള MLA-മാർക്ക് ഉള്ളതായിട്ട് ഹൈക്കമാൻഡിലിരിക്കുന്ന ആളുകൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് നിരീക്ഷകരെ അയക്കുന്നു. നിരീക്ഷകർ ഇവരോട് സംസാരിച്ച് ഒരു കടലാസിൽ കുറിച്ചുകൊണ്ട് പോകുന്നു. അത് ഡൽഹിയിൽ കൊണ്ടുപോയി മറ്റെന്തൊക്കെയോ ആഭിചാര പ്രവൃത്തികൾ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുഖ്യമന്ത്രിയെ അങ്ങ് പ്രഖ്യാപിച്ച് കളയാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനേക്കാളും സങ്കീർണമായ പ്രക്രിയകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നു. അതേസമയത്ത് ജനങ്ങൾ വളരെയധികം ആകാംക്ഷാഭരിതരാണെന്ന് മാത്രമല്ല അസ്വസ്ഥരുമാണ്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു പോയ ആളുകൾ UDF ജയിച്ചാൽ ഈ LDFൻ്റെ ദുർഭരണം അവസാനിക്കും. ഇനി പിണറായി വിജയൻ്റെ മുഖം കണ്ടല്ലോ എന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത ആളുകൾ വരെയുണ്ട്. അവരുമൊക്കെ കൊഞ്ഞനം കുത്തുന്ന നടപടിക്രമങ്ങളാണ് ഇവിടെ ഹൈക്കമാൻഡും ലോ കമാൻഡും നോ കമാൻഡും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു പ്രക്രിയയിൽ കൂടിയാണ് കേരള സംസ്ഥാനം കടന്നു പോകുന്നത്. ശ്രീ K കരുണാകരൻ ലീഡറായിരുന്ന കാലത്തോ അല്ലെങ്കിൽ അതിനുശേഷം ആൻ്റണി ലീഡറായിരുന്ന സമയത്തോ ഉമ്മൻചാണ്ടിയുടെ സമയത്തും ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ നമുക്ക് കണ്ട് ഓർമ്മയില്ല. ഇത് പുതിയ ഒരു പ്രക്രിയയാണ്. ആളുകളെ എങ്ങനെ വെറുപ്പിക്കാം, ആളുകളെ എങ്ങനെ, ഈ വോട്ട് ചെയ്ത ആളുകളെ എങ്ങനെ, പഴയ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ ഭേദം, പിണറായി വിജയനായിരുന്നപ്പോൾ ഇതുപോലത്തെ കോമാളിത്തരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയിപ്പിക്കാം. അതാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരേ ഒരു മെച്ചം. പിന്നെ ഓരോ നേതാവും മത്സരിച്ച് ഫ്ലെക്സ് ബോർഡ് വെക്കും. അതിൽ അനുയായികൾ മത്സരിച്ച് കരിയോയിൽ ഒഴുകും. ഇങ്ങനെയുള്ള തമാശകളും ഇപ്പോൾ ഈ തവണ കാണാൻ കഴിഞ്ഞു. ഇതൊന്നും മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകളിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. ഇവിടെ ജനപിന്തുണയുള്ള ഒരു നേതാവ്, പണപിന്തുണയുള്ള മറ്റൊരു നേതാവ്. പണമുള്ളവൻ്റെ കൂടെയാണ് MLA-മാർ നിൽക്കുന്നത്. പക്ഷേ ജനങ്ങൾ നിൽക്കുന്നത് MLA-മാർക്കും ഈ പണമുള്ള നേതാവിനും എതിരായിട്ടാണ്. ഘടകകക്ഷികൾക്ക് ഒരഭിപ്രായം, പാർട്ടിക്ക് വേറൊരു അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രഹേളികൾ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആ ഒരു ഗതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ആര്യ തന്നെ നേരത്തെ പറഞ്ഞുള്ളൂ, ഭൂരിപക്ഷം ഇല്ലാത്ത തമിഴ്നാട്ടിൽ ഭൂരിപക്ഷവുമായി മുഖ്യമന്ത്രിയുമായി, ഭൂരിപക്ഷമുള്ള പശ്ചിമ ബംഗാളിൽ നാളെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്ത് BJPയും അല്ലെങ്കിൽ മറ്റ് പാർട്ടികളൊക്കെ ശക്തിപ്പെടുന്നത് നോക്കാൻ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്.
എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ജനങ്ങൾ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇതിങ്ങനെ 14 രാവ് കഴിഞ്ഞ നിലാവ് പോലെ ശോഷിച്ച് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള കോമാളിത്തരമാണ് ഓരോ സ്ഥലത്തും നടത്തുന്നത്. ആ ഉത്തരാഖണ്ഡിൽ ഹരീഷ് റാവത്തുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മീതെ വിജയ് ബഹുഗുണെ കൊടുത്തു. അല്ലെങ്കിൽ അമരീന്ദർ സിംഗിനെ മാറ്റിയപ്പോൾ അവിടെ ഏറ്റവും ജനപിന്തുണ കുറഞ്ഞ ചരൺജിത് സിംഗ് ചന്നി എന്ന് പറഞ്ഞൊരു പൂമാനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയതൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഇവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലോ വോട്ട് ചെയ്ത ആളുകളുടെ ഇടയിലോ യാതൊരു ജനപിന്തുണയും ഇല്ലാത്ത ഒരു നേതാവിനെ നൂലിൽ കെട്ടിയിറക്കാനുള്ള ശ്രമമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ കോമാളിത്തരമൊക്കെ നടത്തുന്നത്. അയാളുടെ അടുത്ത് നിന്ന് പണം വാങ്ങിയ കുറേ MLA-മാർ സംഗതി വശാൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അതുകൊണ്ട് അവരെല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി കൈമുക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആളുകൾ വെറും വിഡ്ഢികളൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികൾക്ക് പോലും ഇപ്പോൾ ദുർഗന്ധം കൊണ്ട് മൂക്ക് പൊത്തുന്ന അവസ്ഥയിലെത്തി. മുസ്ലിം ലീഗിൻ്റെ, കേരള കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർ ഈ കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് മാത്രം ഇതൊന്നും ഒരു പ്രശ്നമില്ല. എത്ര നാറിയാലും കുഴപ്പമില്ല. അവർക്ക് ഈ നാറ്റം സുഗന്ധമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ശരി, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ് എന്നൊരു പരിപാടി ചെയ്തിരുന്നു. തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെ യാത്ര ചെയ്ത് എല്ലാ മുന്നണികളിലെയും നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ കണ്ടിരുന്നു. ആ ഇലക്ഷൻ ബസ്സിൽ KC വേണുഗോപാലും കയറിയിരുന്നു. മാർച്ച് 25-നാണിത്. അന്ന് ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് KC വേണുഗോപാൽ എന്താണ് മറുപടി പറഞ്ഞത് എന്ന് കേൾക്കാം നമുക്ക്. 24 മണിക്കൂറും ഈ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് കിട്ടാതെ പോകുന്നവർ, പക്ഷേ ഒരു വാക്ക് പാർട്ടി നേതൃത്വം പറയുമ്പോൾ അത് മനസ്സിലാക്കി പിൻവലിച്ച് വിഷമങ്ങളെല്ലാം മനസ്സിലൊതുക്കിയിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറക്കുന്നവർ, അവരെ ചേർത്ത് നിർത്തുക. ഇതാണ് എൻ്റെ സന്തോഷം. ഒരു മുഖ്യമന്ത്രി കസേരയിലല്ല. അങ്ങനെ ഒരു ആഗ്രഹവും വ്യക്തിപരമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ എന്ന് ഞാൻ ക്ലിയറായിട്ട് നിങ്ങളോട് മാതൃഭൂമി ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ഗോപകുമാർ, വളരെ ക്ലിയർ ആയിട്ടാണ് അങ്ങനെ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് തനിക്കൊരു ആഗ്രഹവുമില്ല. ഇത് മാതൃഭൂമി ന്യൂസിന് മാത്രമല്ല, ആ സമയത്ത് സംസാരിച്ച എല്ലാ മാധ്യമങ്ങളോടും അന്ന് KC വേണുഗോപാൽ എടുത്തൊരു സ്റ്റാൻഡ് അതായിരുന്നു. അതിൽ തർക്കമില്ല. പക്ഷേ തലയെണ്ണുമ്പോൾ KC ആണ്, ഹൈക്കമാൻഡിലേക്ക് പോകുമ്പോൾ KC ആണ്. അപ്പോൾ പിന്നെ എവിടെ വെച്ചാണ് ഈ ക്രിസ്റ്റൽ ക്ലിയർ ആയ അഭിപ്രായം മാറിയിട്ടുണ്ടാകുക? അല്ല, ആദ്യമേ അത് തന്നെ ആയിരിക്കും അഭിപ്രായവും. മനസ്സിൽ അത് വെച്ചുകൊണ്ട് മറ്റൊന്ന് പറയുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു രംഗം കോൺഗ്രസ് പാർട്ടി ഈ സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. കാരണം പുത്തരിയിൽ തന്നെ കല്ല് കടിക്കുന്നൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ഒരു അമ്പയർ തന്നെ കളിക്കാൻ രംഗത്തിറങ്ങുന്ന പോലെ. കാരണം 5 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഹൈക്കമാൻഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായ ഒരാൾ ഒരു ചെറിയ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാകാൻ അസംബ്ലി തെരഞ്ഞെടുപ്പ് മത്സരിക്കാതെ കെട്ടിയിറക്കി ഒരു മത്സരം അടിച്ചേൽപ്പിക്കുന്നൊരു സാഹചര്യം. ഈ സാഹചര്യം ഉണ്ടാക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം ചെയ്യും. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യവും ഇതുണ്ടായിരുന്നു. കാരണം മറ്റു ചില ചാനലുകൾക്കൊക്കെ അദ്ദേഹം കൊടുത്ത ഒരു അഭിപ്രായം, ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല, വിവാദം വേണ്ട എന്ന് പറഞ്ഞതാണ്. ഇത് മാതൃഭൂമിക്ക് മാത്രമായിരിക്കാം അദ്ദേഹം ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞതൊക്കെ വെള്ളത്തിലെഴുതിയ പോലെയായി. അതൊക്കെ മാറിപ്പോയി. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രായനായി നിന്നിരുന്ന ഒരു സംഘടനയെ ശക്തിപ്പെടുത്തി അതിന് ജീവൻ കൊടുത്ത് ആത്മവിശ്വാസം നൽകി മുന്നോട്ട് കൊണ്ടുപോയി 5 വർഷം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച് വലിയൊരു തിരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാ വെല്ലുവിളികളും നേരിട്ട് മുന്നോട്ട് പോയ ഒരാൾ. അപ്പോൾ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് മിക്കവാറും വന്ന നറേറ്റീവ്സിലെല്ലാം ഭരണകക്ഷിയിൽ നിന്ന് കിട്ടുന്ന ആക്ഷേപങ്ങളെയൊക്കെ ചെറുക്കാൻ പറ്റുന്നു. അതെല്ലാത്തിനും പുറമെ ആത്മവിശ്വാസം നൽകി 100-ലേറെ സീറ്റുകൾ വാങ്ങും, അതല്ലെങ്കിൽ വനവാസത്തിന് പോകും എന്നുവരെ പറഞ്ഞ ഒരു നേതാവ്. അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ട്, പൊതുജനങ്ങളുടെ പിന്തുണയുണ്ട്, പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുണ്ട്. ഇതെല്ലാം മറികടന്ന് മെറിറ്റിന് ഒരു വാല്യൂവും തരാതെ പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. അത് ബുദ്ധിപൂർവമായിരിക്കില്ല, ബുദ്ധിശൂന്യമായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാതെ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാൾ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പൊടുന്നനവേ വന്ന് ഇറങ്ങി ഒരു മത്സരമുണ്ടാക്കി 2 സീറ്റുകൾക്ക് ബൈ ഇലക്ഷൻ വെച്ച് കുറഞ്ഞ പക്ഷം ഒരു MLA-യുടെയെങ്കിലും രാഷ്ട്രീയ ഭാവി തൽക്കാലമെങ്കിലും ഇല്ലാതാക്കും. കാരണം ഒരു MLA രാജിവെപ്പിച്ച് അയാൾ ആലപ്പുഴ നിർത്തണമെന്നൊന്നുമില്ല. ആലപ്പുഴ നിർത്താൻ വേറെ സ്ഥാനാർത്ഥികൾ വേണ്ടി വരും.
വടക്കുള്ള ഒരാളാണ് രാജിവെക്കുന്നതെങ്കിൽ ആലപ്പുഴ എളുപ്പം നിൽക്കില്ലല്ലോ. അങ്ങനെ എളുപ്പം ജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമൊന്നുമില്ല കേരളത്തിൽ. ഉറപ്പായിട്ട് പറയാം, കോൺഗ്രസ്സിന് ഉറപ്പായിട്ട് കണ്ണടച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തൃക്കാക്കര മാത്രമാണ്. ഉറപ്പായിട്ട് ജയിക്കുമെന്ന് പറയാൻ അവിടെ പോലും വെല്ലുവിളികളുണ്ട്. ബാക്കി പിന്നെ പാർട്ടി ഗ്രാമങ്ങളുള്ള CPM പോലെയോ കൃത്യമായ സോളിഡ് വോട്ട് ബാങ്കുള്ള മുസ്ലിം ലീഗിനെ പോലെയോ ഉറപ്പിച്ച സീറ്റുകൾ കോൺഗ്രസ് പാർട്ടിക്ക് പറയാൻ കഴിയില്ല. ഇതൊരു തരംഗം സൃഷ്ടിച്ചു. ആ സുനാമി, ആ തരംഗം സൃഷ്ടിച്ചതിന് പ്രധാന ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് VD സതീശനായിരുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ പരിഗണിക്കണം. പ്രത്യേകിച്ച് ഒരു പുതിയ ഗവൺമെൻറ് വരുന്നു, വെല്ലുവിളികൾ ഏറെയുണ്ട്, ഭരണരംഗം എങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരു കൃത്യമായൊരു കാഴ്ചപ്പാടും ഹോംവർക്ക് ചെയ്ത ഒരാൾ, ഹാർഡ് വർക്ക് ചെയ്ത ഒരാൾ, ഏറ്റവും സ്മാർട്ട് വർക്ക് ചെയ്ത ഒരാൾ, അങ്ങനെ ഒരാൾക്കല്ലേ ഒരു അവസരം കൊടുക്കേണ്ടത്. അതെന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഇങ്ങനെ ബുദ്ധിശൂന്യമായ നിലപാടുകളിലേക്ക് പോകുന്നതെന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ പ്രകടനങ്ങളൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൃത്രിമമായി സൃഷ്ടിച്ചതെന്ന് തോന്നുന്നില്ല. കാരണം അതിൽ കണ്ട ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അവർക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അതല്ലെങ്കിൽ അസംബ്ലിയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയുണ്ട്. അങ്ങനെയുള്ള രണ്ടു പേർക്ക് അവസരം കൊടുക്കാതെ അമ്പയറായിട്ട് നിന്ന ഒരാൾ കളിക്കാരനായി മാറുന്ന ഒരു പ്രക്രിയ, ഇത്തരം അത്ഭുതങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കും. അത് ജയശങ്കർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ശരി, ശ്രീ ഫസൽ ഗഫൂർ, ഇന്നലെ ഈ MLA-മാരെയും MP-മാരെയും മുതിർന്ന നേതാക്കളെയും കണ്ടതിനു ശേഷം ഘടകകക്ഷി നേതാക്കളെ കണ്ടു ഡൽഹിയിൽ നിന്ന് വന്ന AICC നിരീക്ഷകർ. ലീഗ് ആദ്യം തന്നെ ജനവികാരം, ജനഹിതം പരിഗണിക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ PJ ജോസഫ് വളരെ കൃത്യമായി പറഞ്ഞു, ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം അതിലേക്ക് പോകരുത്. സിറ്റിംഗ് MLA-മാരിൽ, നിങ്ങളുടെ നിയുക്ത MLA-മാരിൽ അതിൽ നിന്ന് വേണം തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആരുടെ കൂടെ എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. പക്ഷേ ഇന്നലെ മാത്യു കുഴൽനാടൻ ചോദിച്ചൊരു ചോദ്യവുമുണ്ട്, ലീഗിന്റെ നേതാവിനെ, കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് അഭിപ്രായം പറയുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ CLP നേതാവ് മാത്രമാണോ? അതിനപ്പുറം UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൂടിയല്ലേ തെരഞ്ഞെടുക്കുന്നത്? വളരെ വ്യക്തമായിട്ട് ഇതിന് ഉത്തരം പറഞ്ഞുതരാം. UDF-ന്റെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അങ്ങനെയാണല്ലോ. കാരണം 40ഓളം ഘടകകക്ഷി, ഞാൻ വോട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം. 23 ലീഗ്, 7 PJ ജോസഫ്, 3 RSP, ഇതെല്ലാം ബാക്കിയുള്ളവരൊക്കെ കൂടി 10-40 പേര് വരുന്നുണ്ട്. ഈ 40 പേര് ഒരു ഭാഗത്ത് നിൽക്കുകയും അപ്പുറത്ത് കോൺഗ്രസ്സിൽ സ്പ്ലിറ്റായിട്ട് നിൽക്കുകയും ചെയ്യണം. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇവർ ഇടപെടണ്ട. അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാവണം. ഒരു ഘടകകക്ഷിയെ നമുക്ക് ആവശ്യമില്ല. അപ്പം നമുക്കിഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കാം. ഇതങ്ങനെയല്ല. ഇത് UDF-ന്റെ ഗവൺമെൻറ്റാണ്. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഒരിക്കലും മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഹാസ് ഗോട്ട് ഓവർ റൈഡിങ് പവേഴ്സ്. ഒരു ഉദാഹരണമായിട്ട് ഒരു തീരുമാനം എടുത്തു എന്ന് വിചാരിച്ചോ, ലീഗിൻ്റെ ഒരു മന്ത്രി, അതിനെ നള്ളിഫൈ ചെയ്യാനായിട്ടുള്ള പവേഴ്സ് ഉണ്ട് മുഖ്യമന്ത്രിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ തരത്തിൽ നമ്മൾ പിന്നീട് ഘടകകക്ഷികളുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതിനെക്കാട്ടും മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇവരെല്ലാവരും പറഞ്ഞതിന് ഇതായിട്ട്, അതായത് ഇത് വളരെ ഈസിലി സോൾവ് ചെയ്യുക. എന്താ കാരണം അറിയോ? കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു എന്ത്, KC വേണുഗോപാൽ MLA-മാരെ നിശ്ചയിക്കട്ടെ എന്ന്. ആരൊക്കെ MLA അല്ല, ആരൊക്കെ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിർത്തണമെന്ന് തീരുമാനിക്കട്ടെ. അങ്ങനെ ആൾക്കാരെ തീരുമാനിക്കുന്നു. അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആകെ 21 സീറ്റേ ഉള്ളൂ കോൺഗ്രസ്സിന് കഴിഞ്ഞ ഇതിൽ. അതിൽ നിന്നാണ് ഈ ബാക്കി 100-100-ൻ്റെ അടുത്തോട്ട് MLA-മാരെ തീരുമാനിക്കാനായിട്ടുള്ള ഇത് വരുന്നത്. മനസ്സിലായോ? അത് കംപ്ലീറ്റ്ലി വേണുവിന് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്കുള്ള പണവും വേണുവിലൂടെ കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കോൺഗ്രസ്സിലെ MLA-മാരായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഇതിനൊന്നും നിൽക്കേണ്ട, ഈ നാടകവും തെരുവ് യുദ്ധമൊന്നും വേണ്ടെന്നേ. ഇവർക്ക് ചെയ്യേണ്ടിയിരുന്നത് ജയിച്ച ഉടനെ ഈ 3 പേരെയും ഡൽഹിക്ക് വിളിപ്പിക്കുക. ഡൽഹിക്ക് വിളിപ്പിച്ചിട്ട് പറയാം, നോക്കൂ ഞങ്ങളുടെ തീരുമാനം വേണുവാണ്, മനസ്സിലായില്ലേ, അദ്ദേഹത്തിനാണ് ഭൂരിപക്ഷം ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ സാധാരണ കോൺഗ്രസ് എന്താ ചെയ്യാറെന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ വെറുതെ ഒരു ഡയലോഗ് അടിക്കുകയാണ്. CLP കൂടിയിട്ടാണ് തീരുമാനിക്കുന്നത്. ജയശങ്കർ എനിക്കൊക്കെ എത്രയോ ഇൻസ്റ്റൻസ് പറയാൻ പറ്റും. CLP-യിൽ ആർക്കാണ് ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പല സ്റ്റേറ്റുകളിൽ. ഞാൻ ചോദിക്കട്ടെ, മറ്റേ രാജശേഖർ റെഡ്ഡി മരിച്ചതിന് ശേഷം 95% MLA-മാരും പറഞ്ഞു ജഗ്മോഹൻ റെഡ്ഡിയെ മുഖ്യമന്ത്രിയാക്കണം. ആക്കിയില്ലല്ലോ. എന്താണ് ഗൗരവ് ഗൊഗോയ് ആസാം മുഖ്യമന്ത്രി, അത് ആ സമയത്ത് ഹേമാനന്ദ ബിശ്വ ശർമ്മക്ക് എൻ്റെ ഓർമ്മയെന്ന് പറയുകയാണ് 90-90-ലെങ്ങാണ്ട് 50 MLA-മാരെല്ലാം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തെ ആക്കിയില്ല. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത് പണ്ടുവാണെന്നേ, ആരൊക്കെ ആക്കിയിട്ടുണ്ടെന്നുള്ളതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് യാതൊരു തരത്തിലുള്ള ബേസും ഇല്ലാത്ത ആൾക്കാരാക്കിയിട്ട് പരിചയമുണ്ട് കോൺഗ്രസ്സിന്.
ബാബാ സാഹബ് ഭോസ്ലെ കേട്ടിട്ടുണ്ടാവില്ല ഈ ആൾക്കാരെ പറ്റിയിട്ടൊക്കെ, മനസ്സിലായി? ഭാവനം വെങ്കട്ടറാം റെഡ്ഡി, ഇതൊക്കെ മുഖ്യമന്ത്രിമാരാണെന്നേ, മഹാരാഷ്ട്രയിലെ ആന്ധ്രാപ്രദേശിലൊക്കെ, ബീഹാറിൽ ഭഗവത് ജ ആസാദ്. അപ്പോൾ ഇങ്ങനെ ഇവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ അങ്ങനെ ചെയ്യുന്ന, അപ്പോൾ ഒന്നല്ലെങ്കിൽ അവർക്ക് MP-നാക്കും, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാളാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ PCC പ്രസിഡന്റിനാക്കും, അല്ലെങ്കിൽ ലീഡർ ഓഫ് ഓപ്പോസിഷനാക്കും. ഇവർ തോന്നിയതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടം മാറി, അത് മനസ്സിലാക്കണം. അന്ന് ഇത്രയും വലിയ ഭൂരിപക്ഷം ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ നടത്തിയിരുന്ന കാര്യങ്ങളൊന്നും അതേ ശൈലിയിൽ ഇപ്പോൾ അവിടെ നടത്താൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് അവർ നേരത്തെ ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ഫെയിലിയറാണ്. ഇപ്പോൾ അടുത്തൊരു ഫെയിലിയർ പറയാം, അത് അവർക്ക് പറയാം BJP വളരാതിരിക്കാൻ ചെയ്താണെന്ന്. എത്രയോ വർഷം DMKയുടെ കൂടെ നടന്ന ഇന്ത്യ അലയൻസിൽ DMK 22 സീറ്റ്, അവർ 9 സീറ്റ് കോൺഗ്രസിന് കൊടുത്തു. കോൺഗ്രസ് ഒരൊറ്റ സീറ്റ് തമിഴ്നാട്ടിൽ ജയിക്കൂല വേറെ ഏതെങ്കിലും പാർട്ടിയുടെ സപ്പോർട്ടില്ലാതെ. എന്നിട്ട് അവർ ഒരു മര്യാദയില്ലാതെ TMCനെ പോയി സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യ അലയൻസിന് പുറത്തുപോയി ഇവരെ ഓരോ സ്ഥലത്തും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് നിതീഷ് കുമാറിനെ കൺവീനറായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു, ഉള്ളിൽ കൂടെ പണിയെടുത്തിട്ട് മമതാ ബാനർജിയെ കൊണ്ട് ഇവരെന്ത് പറയിപ്പിച്ചു, നമുക്ക് അത് പറ്റൂല, നമുക്ക് കാർഗേനെ തന്നെ ആക്കണം, മനസ്സിലായി? അപ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യാതൊരു വീക്ഷണമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ ഈ കാലിക്കറ്റിലാണ് ഇരിക്കുന്നത്. കാലിക്കറ്റിൽ അവിടെ ഭയങ്കര ബഹളം നടക്കുന്നത് മറ്റേ VD സതീശന് അനുകൂലമായിട്ട്. ഇപ്പം നമ്മൾ VD സതീശന് അനുകൂലമൊന്നും നമ്മളാരും പറയുന്നില്ല. പക്ഷേ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോൺഗ്രസ്സിന് ഇവിടെ സീറ്റുകളൊക്കെ ജയിച്ചു വരുന്നത് മലബാറിൽ, ഞാൻ പേരുകളടക്കം കോഴിക്കോട് 1 ജയന്ത്, കൊയിലാണ്ടിയിൽ നമ്മുടെ പ്രവീൺ, അഭിജിത്ത്, നമ്മുടെ നാദാപുരത്ത്, ഇതൊക്കെ മുസ്ലിം ലീഗ് വോട്ട് കൊണ്ടാണെന്നേ, മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് പറയണേ മുസ്ലിം ലീഗിനൊന്നും ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. ഇതൊരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒറ്റക്കാണെങ്കിൽ ഗവൺമെൻറ് ഇല്ല, ഇനി ഉണ്ടായാൽ തന്നെ ഒരു ന്യൂനപക്ഷ ഗവൺമെൻറ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരെയും കൂടെ കണക്കിലെടുത്തിട്ട് വേണം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി വേണു മോശക്കാരനാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇത് ഉചിതമായ സമയമല്ല എന്നാണ് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹം ഇവിടെ വന്ന് ഈ യുദ്ധം നയിക്കായിരുന്നെങ്കിൽ ജയിക്കാനെങ്ങനെ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് വേണുവാണ്, അല്ലെങ്കിൽ രമേശാണ്, അല്ലെങ്കിൽ മറ്റേ സതീഷനാണ്, അവരാരുമില്ലെന്ന് ഞാൻ വേണമെച്ചാൽ പറയാം. കാരണം എന്താ പറയുക, ഇത് നമ്മുടെ CPMൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള ജനരോഷമാണ് ഇതിന് കാരണം. ആ ജനരോഷം ആര് നയിച്ചിരുന്നെങ്കിലും മനസ്സിലല്ലേ ഇതേ സ്കോർ തന്നെ ഉണ്ടാവാൻ പോകുന്നത്. അതിൽ വേറെ ആരും വിയോജിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്ര കൂറ്റനാണ്. അതായത് ഇതിൽ വർഗീയതയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഹിന്ദു മെജോറിറ്റി സ്ഥലങ്ങളിൽ നമ്മൾ വേറെ എവിടെയും പോകണ്ട, അവിടെയാണ് 40,000-നും 35,000-നും ജയിക്കുന്നത്. നമ്മുടെ കുഞ്ഞാപ്പ 80,000-ന് ജയിച്ചോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ അതിൻ്റെ അർത്ഥം ഇവിടെ ജാതി മതഭേദമന്യേ VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു കൊയിലീഷൻ ഉണ്ടായി. ആ കൊയിലീഷൻ ഇപ്പോൾ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് വിലയിരുത്തേണ്ടത് ഞാൻ ഈ പറഞ്ഞതും കൂടെ കണക്കിലെടുത്തുകൊണ്ട്, അതായത് ജനരോഷം കൊണ്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്. ജനസമ്മതി വേറെ, ജനരോഷം വേറെ. ജനരോഷം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നുള്ളത് ഏറ്റവും വേഗം തീരുമാനം എടുത്തുകൊണ്ട് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ്, ഇപ്പോൾ ഒരു ജനങ്ങൾക്ക് ഇത് നമ്മുടെ മാതൃഭൂമിയിലെ റിപ്പോർട്ടർ ഇവിടെയുള്ള എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇത് മുഴുവൻ കുട്ടിച്ചോറാക്കി. എനിക്കിഷ്ടപ്പെട്ട വാക്ക് കുട്ടിച്ചോറ്. ആ കുട്ടിച്ചോറാക്കി വിട്ടിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇവിടെ 3 പ്രഗത്ഭരായ ആൾക്കാരെ മുന്നിൽ നിർത്തിയിട്ട് സംഭവം കുട്ടിച്ചോറാക്കി കൈ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വേഗം ഒരു തീരുമാനം എടുക്കട്ടെ എന്നാണ് ഞാൻ ആശിക്കുന്നത്. ശരി, ശ്രീ രാജഗോപാൽ, നോക്കൂ, തീർച്ചയായും കോൺഗ്രസിന്റെ തീരുമാനമാണ്. അവരാണ് തീരുമാനം എടുക്കേണ്ടത്. അവർ MLA-മാരെ കേൾക്കുന്നു. MLA-മാരുടെ നമ്പർ വളരെ പ്രധാനമാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ ഈ പറയുന്ന ജയിച്ച 63 പേരുണ്ടല്ലോ, ആ 63 പേര് അവർക്ക് യോഗ്യത കുറവുള്ളത് കൊണ്ടാണോ KC വേണുഗോപാൽ, നിലവിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം അത് ഡൽഹിയാണ്, അവിടെ നിന്ന് കേരളത്തിലേക്ക് അദ്ദേഹം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ് MLA-മാർ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോഴേ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കേരളത്തിലെ ഇപ്പോൾ ഈ വൻ വിജയത്തിൻ്റെ തുടർന്ന് അവർക്കാർക്കെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്നൊരാഗ്രഹം ഉണ്ടായാൽ അത് നടക്കുമോ ഇല്ലയോ? തീർച്ചയായിട്ടും നടന്നിരിക്കും. രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നില്ലായിരിക്കും. പ്രിയങ്ക ഗാന്ധി, അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് പല വേദികളിൽ പറഞ്ഞോളൂ സാർ. എന്താ പറഞ്ഞേ? അല്ല, പറഞ്ഞോളൂ.
അവര് കേരളത്തിലെ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് അല്ല, കേരള സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാരും കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്കാർക്ക് മാത്രമേ കേരളത്തിൽ MLA ആകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി ആകാൻ പറ്റുള്ളൂ. ജയശങ്കർ, എന്ത് വിട്ടിത്തരം പറയാൻ നിങ്ങൾക്ക്? ഞാനൊരു ഉദാഹരണം പറഞ്ഞു വന്നതാണ്. ഞാൻ പറഞ്ഞ് സംസാരിക്കുന്ന എത്ര ഉദാഹരണം പറയാം? ഞാനൊന്ന് സംസാരിച്ചു വരട്ടെ. താങ്കളുടെ ഞാനൊരു ഉദാഹരണത്തിൽ കൂടെ താങ്കളുടെ പേര് തന്നെ എന്നെ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. താങ്കളുടെ പേര് എന്നെ വിളിക്കരുത്, ദൈവത്തെ ഓർത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യുക. ഞാനത് ഈ സന്ദർഭങ്ങളിൽ ചില ഉപമയൊക്കെ ആധാരമാക്കി സംസാരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് രാഹുൽ ഗാന്ധി പല സമയത്തും ഞാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ ആരാണ് എന്നുള്ളത് ആ പേര് വന്നില്ല. ആരാകണം വനിതാ മുഖ്യമന്ത്രി എന്നുള്ള പേര് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അല്ലാതെ എനിക്കും അങ്ങേപ്പോലൊക്കെ പരിമിതമായ ചില വിവരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് നിൽക്കുന്ന ശ്രീ KC വേണുഗോപാൽ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അദ്ദേഹം മലയാളിയാണ്, കൂടാതെ ആലപ്പുഴയിലെ MP-യുമാണ്, അല്ലേ, കണ്ണൂരുകാരനുമാണ്. അപ്പോൾ അങ്ങനെ KC വേണുഗോപാൽ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഹൈക്കമാൻഡിൻ്റെ അനുമതി ഉണ്ടായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരം കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഈ മത്സരത്തിലേക്ക് എടുത്ത് ചാടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ വിശ്വാസത്തിൽ അങ്ങനെ വരുന്നില്ല. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അദ്ദേഹത്തെ വിലക്കണമായിരുന്നു, ആദ്യഘട്ടത്തിൽ തന്നെ വിലക്കണമായിരുന്നു. ആ വിലക്കുണ്ടായിട്ടില്ല. രണ്ടാമത്തെ ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതൊരു നിഷേധിക്കുന്നില്ല. മുമ്പേ ആര്യ മാതൃഭൂമിയുടെ ചർച്ച കാണിച്ചല്ലോ, പല ചാനലുകളോടും പല ബൈറ്റുകളും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞാൻ മുഖ്യമന്ത്രിയാകാൻ വരുന്നില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്തിലുണ്ട്. ആ അടിയൊഴുക്കൾ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ് നമ്മളിത് വ്യക്തമാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന നിരീക്ഷകന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, മുഗൾ വാസനിക്കൊക്കെ രമേശ് ചെന്നിത്തലയോടൊപ്പം തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ ഭാരവാഹിയായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് അവരൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചല്ല ഞാൻ അത് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള വളരെ സീനിയറായിട്ടുള്ള ആളുകൾ ഒരു ലിസ്റ്റ് ഏകപക്ഷീയമായിട്ട് അവിടെ മേശപ്പുറത്ത് ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്ര അറിവില്ലാത്ത ആളുകളൊന്നും അല്ലല്ലോ. അവർക്ക് രാഷ്ട്രീയപരമായിട്ട് വലിയ ബലമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉന്നത പദവിയിലൊന്നും എത്തിയിട്ടുള്ളവരായിരിക്കണമെന്നില്ല. പക്ഷേ അങ്ങനെ ACCയുടെ ഒരു നിരീക്ഷകനായിട്ട് ഇവിടെ വരുമ്പോൾ ആ ലിസ്റ്റ് വെറുതെ ഉപേക്ഷിച്ചിട്ട് പോയതല്ല. ഒരു പക്ഷേ ഒരു മെസ്സേജ് ആയിരിക്കാം. അതൊരു മെസ്സേജായിട്ട് തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അല്ലാതെ പണ്ട് സരിതാ നായരുടെ പത്രസമ്മേളനം നടന്ന സമയത്ത് അവർ 4 പേജ് എഴുതി ചേർത്തിരുന്നതിനകത്തിൽ ആ 4 പേരിനകത്ത് കുറച്ച് ആളുകളുടെ രാഷ്ട്രീയക്കാരുടെയൊക്കെ പേരുണ്ടായിരുന്നു. മിടുക്കനായ ഒരു ക്യാമറാമാൻ അത് പകർത്തിയെടുത്തതിനെ തുടർന്ന് എന്തെല്ലാം വിവാദങ്ങളാണ് ഉണ്ടായത്. അതൊക്കെ ബോധപൂർവമായിരുന്നു. അന്നൊക്കെ ബോധപൂർവമായിട്ട് ചെയ്തതെന്നാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന മുഗൾ വാസനിക്കിനും മാക്കനും ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ TNDA ഒക്കെ ആരാ കൊടുക്കേണ്ടത്? അവരിവിടെ അല്ലേ, ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ് കൊടുക്കണം, അവരുടെ ഹോട്ടലിലെ താമസം കൊടുക്കണം, അല്ലേ? ഇതിൻ്റെയൊക്കെ ബില്ലിൽ ആരാ ഒപ്പിടേണ്ടത്? കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയൊക്കെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് റോളുണ്ട്. ACC എടുക്കുന്ന തീരുമാനങ്ങളുടെ എല്ലാം ഏറ്റവും ചുവട്ടിൽ ഒപ്പിടേണ്ട ചുമതലയും KC വേണുഗോപാലിനാണ്. അപ്പോൾ നമ്മൾ ഈ സാഹചര്യങ്ങളെയൊക്കെ വിലയിരുത്തി കാണണം. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ അനൗദ്യോഗിക റിപ്പോർട്ടുകളാണെങ്കിലും 40 മുകളിൽ 45 47 ഒക്കെ ആളുകളുടെ പിന്തുണ KC വേണുഗോപാലുണ്ടെന്ന് പറയുന്നത് അങ്ങനെയാണ്. അധികാരത്തിൻ്റെ ഒപ്പമേ ആളുകൾ നിൽക്കത്തുള്ളൂ. നമ്മളത് നിഷേധിച്ചിട്ട് കാര്യമില്ല. മുമ്പേ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് അത് പറഞ്ഞു. ഇവരാരും നയിച്ചത് ഇതൊന്നുമല്ല, ജനവികാരമാണ് നയിച്ചത്. അത് സത്യമാണ്, ജനവികാരമാണ് നയിച്ചത്. ആ ജനവികാരം എങ്ങനെ രൂപപ്പെട്ടു വന്നു, അതിന് ഇവർക്ക് 3 പേർക്കുള്ള റോളെന്ത്? ഒരാൾക്ക് മാത്രമായിട്ട് ആ റോളിനെ നമ്മൾ ഫിക്സ് ചെയ്യരുത്. 3 പേർക്കും റോളുണ്ട്. ആ റോളിനെയാണ് നമ്മൾ കൃത്യമായിട്ട് അത് അസസ് ചെയ്തിട്ട് വേണം ഒരു തീരുമാനം എടുക്കണമെന്ന് പറയുന്നത്. ഇപ്പം VD സതീശന് വേണ്ടി തെരുവിൽ ഇറങ്ങുന്നു, ധാരാളം അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ തെരുവിൽ ഇറങ്ങുന്നു, വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, അല്ലേ? KPCCയുടെയൊക്കെ അച്ചടക്കത്തെ ലംഘിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ആരും കാണുന്നില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് കാണാവുന്നല്ലേ? അതല്ലേ ഗോകുമാർ സാർ ചൂണ്ടിക്കാണിച്ചത്. രമേശ് ചെന്നിത്തലയും മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു, അല്ലേ? പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനം കിട്ടിയില്ല. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനം കിട്ടാഞ്ഞ് വന്നിട്ട് പോലും
വി.ഡി. സതീശനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച് രമേശ് ചെന്നിത്തല. ഒരു ഘട്ടത്തിൽ വി.ഡി. സതീശനേക്കാൾ ഉപരിയായിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ റോള് കേരളത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ആരും തിരുവി കാണുന്നില്ലല്ലോ. അതപ്പോൾ അതെന്തുകൊണ്ടാണ് അതിനൊരു കാരണമെന്ന് പറയുന്നത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുറഞ്ഞ ആളുകളുടെ പിന്തുണ അദ്ദേഹത്തിനുള്ളതെന്ന് പറയുന്നു. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുക, ആലപ്പുഴ നമ്മൾ പറഞ്ഞില്ലേ, ആലപ്പുഴയും കണ്ണൂരും മുമ്പേ ഫസൽ ഗഫൂർ സാറിൻ്റെ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ചേർത്ത് പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ച ജനവികാരം ഏറ്റവും കൂടുതൽ സ്ഫോടനാത്മകമായി പൊട്ടിത്തെറിച്ച 2 ജില്ലകളാണ് ആലപ്പുഴയും കണ്ണൂരും. അതാണ് സംസ്ഥാനത്തെ മറ്റ് 12 ജില്ലകളിലേക്കും വ്യാപിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആലപ്പുഴ കണ്ണൂർ നിസ്സാര ജില്ലകളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുന്നപ്രയും വയലാറും ഉൾപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. കെ.സി. വേണുഗോപാൽ അവിടെ MP ആണ്. നിങ്ങൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് സീറ്റിലെ ഇപ്പോഴത്തെ പെർഫോമൻസ് നോക്കുക, അവിടെ വന്ന അസംബ്ലി സെഗ്മെൻറ്റിലെ പെർഫോമൻസ് നോക്കുക. അവിടെ ഒരൊറ്റ സീറ്റായിരുന്നു, ഹരിപ്പാട് സീറ്റ് മാത്രമായിരുന്നു അവിടെ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ സ്ഥിതി എന്താണെന്ന് നോക്കുക, അവിടെ 3 സീറ്റ് മാത്രമേ LDFന് കിട്ടിയിട്ടുള്ളൂ. വേണുഗോപാലിൻ്റെ ആലപ്പുഴ പാർലമെൻറ്റ് സീറ്റിലെ ബാക്കി 5 സീറ്റുകളും ചേർത്തല ഒഴിച്ച് ബാക്കി 5 സീറ്റുകളിലും മൃഗീയ ഭൂരിപക്ഷത്തിലാണ് UDF വിജയിച്ച് കയറി വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അതൊരു ജനവികാരമാണ്. ആ ജനവികാരം എന്ന് പറയുന്നത് ജി സുധാകരനാണ്. ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പക്ഷെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പമോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനോടൊപ്പമോ അല്ലെ അതിലുപരിയായിട്ട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളെയാണ് അദ്ദേഹം. 10-63 വർഷമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം പാർട്ടിയോട് കലഹിച്ച് പുറത്തേക്കിറങ്ങിയപ്പോൾ അവിടെ കൂടെ ചേർത്ത് നിർത്തിയത് ശ്രീ K.C. വേണുഗോപാലിന് പ്രധാനപ്പെട്ട റോളുണ്ട്. അക്കാര്യത്തിൽ വേണുഗോപാലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ റോളുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, സുധാകരൻ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം വീട്ടിൽ ചെന്ന് അഭിനയിച്ചതും ശ്രീ K.C. വേണുഗോപാലാണ്. ഞാനൊരു ആലപ്പുഴ ജില്ലക്കാരനായതുകൊണ്ട് കോർഡിനേഷനകത്തിൽ, ഈ ഇലക്ഷൻ കോർഡിനേഷനകത്തിൽ വേണുഗോപാലിന് ആലപ്പുഴ ജില്ലയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ കാണരുത്. അതോടൊപ്പം തന്നെ വേണുഗോപാലിൻ്റെ സ്വന്തം നാടായ കണ്ണൂരിൻ്റെ സ്ഥിതി നോക്കുക. തീർച്ചയായും വിസ്മയങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട വിസ്മയങ്ങൾ, പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞ ജി സുധാകരനും കുഞ്ഞികൃഷ്ണനും അതോടൊപ്പം തന്നെ ടി കെ ഗോവിന്ദനും ഒക്കെ. അപ്പോൾ വിസ്മയങ്ങളാകാൻ K.C. വേണുഗോപാൽ ഇടപെട്ടു എന്നുള്ള കാര്യം ആരും നിഷേധിക്കുന്നില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും വലിയ പ്രകടനങ്ങളൊക്കെ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നേതാക്കൾ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റും കയറിയിട്ടുണ്ട്. ശ്രീ A. ജയശങ്കർ, ഇന്ന് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച വാർത്താ ചിത്രമുണ്ടല്ലോ, ആ വാർത്താ ചിത്രത്തിൽ പല കൗതുകങ്ങളുണ്ട്. ആ വാർത്താ ചിത്രം എങ്ങനെ പുറത്തു വന്നു എന്നുള്ള കാര്യം, അത് മാത്രമല്ല അതിൽ ആദ്യത്തെ പേരുണ്ട് നീലകണ്ഠൻ. അദ്ദേഹത്തിന് നേരെ ആർക്കാണ് പ്രിഫറൻസ് എന്നുള്ളത് ബ്ലാങ്ക് ആണ്. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ താൻ ഒരു പേര് പറഞ്ഞിരുന്നു, അത് അവിടെ വന്നില്ല, എന്തുകൊണ്ട് വരാത്തതെന്ന് തനിക്കറിയില്ല, AICCക്ക് പരാതി അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം വി.D. സതീശൻ പക്ഷമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ വി.D. സതീശന് പറഞ്ഞ പേരുകൾ പോലും എഴുതാതെ, ഇപ്പം നേരത്തെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, ഇനി കാര്യങ്ങളൊക്കെ ഡൽഹിയിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ഖാർഗെ, രാഹുൽ ഗാന്ധിക്കപ്പുറം ആ ചിത്രത്തിൽ ഒരു ത്രയമുണ്ട്, അതിൽ K.C. വേണുഗോപാൽ കൂടിയുണ്ട്. അപ്പോൾ ഒരു ഫെയർനെസിന്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ. അതെ, എന്ത് ഫെയർനെസ് എന്നേ, ഇതൊക്കെ ഒരുതരം നമ്മുടെ നാട്ടിൻ പുറത്ത് പണ്ട് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഈ ഉത്സവ പറമ്പിലൊക്കെ നാടകുത്തെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിൽ നാടകയുടെ ഉള്ളിൽ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് പൈസ കിട്ടും, പുറത്താണെങ്കിൽ നമ്മുടെ പൈസ പോകും. ഈ നാടകുത്തുകാർ വലിയ വീരന്മാരായതുകൊണ്ട് നമുക്കൊരിക്കലും പൈസ കിട്ടില്ല. നമ്മൾ കുത്തുന്നത് എപ്പോഴും അതിൽ തെറ്റായ വശത്തായി. അല്ലെങ്കിൽ കിലിക്ക് കുത്തലും നമ്മുടെ കാശ് പോകുകയല്ലാതെ നമുക്കൊരിക്കലും സമ്മാനം കിട്ടുകയില്ല. ഇടയ്ക്ക് വല്ലവർക്കൊക്കെ ഒരു സമ്മാനം കിട്ടും, പക്ഷേ അത് ഈ കിലിക്കുത്ത് നടത്തുന്നവൻ്റെ സുഹൃത്തിനോ അവൻ്റെ ബന്ധുക്കാരനോ ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു കിലിക്കുത്താണ് ഇവിടെ ഈ നിരീക്ഷകന്മാരും ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നീലകണ്ഠൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താത്തതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് സാധാരണ നടപടിക്രമം. ഇവിടെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞല്ലോ, പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വേണ്ടപ്പെട്ട ആളാണ്, രണ്ടുപേർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളാണ് K.C. വേണുഗോപാൽ. അതിന് കേരളത്തിൽ മുഖ്യമന്ത്രി അവിടെ ഒരു ആഗ്രഹം തോന്നി, നമുക്ക് ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റും, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വേണുഗോപാൽ ഒരു ആഗ്രഹം തോന്നി. ആ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കാനായിട്ട് ഹൈക്കമാൻഡ് തയ്യാറായി. അതിനുള്ള ആ ഒരു പൊറാട്ട് നാടകമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ ഇവരെ 3 പേരെ വിളിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, K.C. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്, നിങ്ങളത് 2 പേരും അംഗീകരിച്ച് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞാൽ സതീശന് അത് പറ്റില്ല എന്ന് പറയാൻ പറ്റും, രമേശിന് പറയാൻ പറ്റും, ഒന്നും പറയാൻ പറ്റില്ല. അവരെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഞങ്ങൾ സർവാത്മന അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നത് ആർക്കും ഒരു തകരാറുണ്ടാവില്ല. പക്ഷേ എന്തിനു വേണ്ടി MLA-മാരെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു ഗോപാളിത്തരം കാണിച്ചു എന്നുള്ളതല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ സുതാര്യസുന്ദരമായിട്ടാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട MLA-മാരുടെ ഇടയിൽ മഹാനായ K.C. വേണുഗോപാലിനാണ് വമ്പിച്ച ഭൂരിപക്ഷം. MLA-മാരുടെ അഭിപ്രായമാണ് പ്രധാനം.
അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ അരിയിട്ട് വാഴിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കിലിക്ക് കുത്ത് അഥവാ പൊറാട്ട് നാടകം നടത്തുന്നത്. നമ്മളൊക്കെ അല്ല ശ്രീ ജയശങ്കർ, ഞാൻ അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ അതിലെ ആ ചിത്രത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ MLA-മാരുടെ കണക്കെടുത്താലും ശരിക്കും ഭൂരിപക്ഷം KC വേണുഗോപാലിനെ തന്നെയായിരിക്കും. MP-മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ മൃഗീയമായ ഭൂരിപക്ഷമായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും ഈ രീതിയിൽ ഇത്രയും ഒരു പിന്തുണ MLA-മാരിൽ MP-മാരിൽ ഒക്കെ KC വേണുഗോപാലിന് കിട്ടുന്നത്, സതീശൻ ഇല്ലാതെ പോകുന്നതും? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സതീശൻ ഈ 5 കൊല്ലവും വെയിലും കൊണ്ട് പിണറായി വിജയനെ എതിർക്കുന്ന തിരക്കിലാണ്. അദ്ദേഹം കുത്തിലും ഗോവയിലും സെമിക്കോളനിലും ഒക്കെ പിണറായിയെ എതിർക്കുന്നതിനിടയ്ക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ മറന്നു. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ പോലെ കരുണാകരനും ആന്റണിയൊക്കെ പണ്ടുണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് വില പേശാൻ പറ്റും. ഇവിടെ പറ്റിയെന്ന് വെച്ചാൽ ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച്, പ്രത്യേകിച്ചും പുതുതായിട്ട് വന്ന സ്ഥാനാർത്ഥികൾ, പുതുമുഖങ്ങളെയൊക്കെ തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് KC വേണുഗോപാലാണ്. എന്ന് മാത്രമല്ല, ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആവശ്യത്തിന് ഫണ്ട് വേണമല്ലോ. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇവർ തോറ്റുപോയിട്ട് ഒരു കാരണം ഫണ്ട് ആവശ്യത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അന്ന് നമ്മുടെ ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആദർശധീരനായ കോൺഗ്രസ്സുകാരനായിരുന്നു KPCC പ്രസിഡന്റ്. ഫണ്ട് ഉണ്ടാക്കി. ഇത്തവണ അങ്ങനെയല്ല, ഫണ്ട് ഉണ്ടാക്കി. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ട് വന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ കാശ് ഇഷ്ടം പോലെ കിട്ടി. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അവർ ജയിച്ചു. അപ്പോൾ ഈ പൈസ ആരെങ്കിലും തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുത്തണോ? അല്ല, അത് തെലുങ്കാനയിൽ നിന്നും അതുപോലെ കർണാടകത്തിൽ നിന്നും വന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ രേവന്ത് റെഡ്ഡി വലിയ പോൾ സ്റ്റാറായിട്ട് മിന്നിത്തിളങ്ങി നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹം ഇവിടെ ഒന്ന് പ്രസംഗിച്ചാൽ ഈ ആലുവയിലോ അങ്കമാലിലോ അല്ലെങ്കിൽ വടക്കം പറവൂരിലുള്ള ആളുകൾ വോട്ട് മാറ്റി ചെയ്ത് കൊണ്ടു ഇല്ല. പിന്നെ അദ്ദേഹത്തിന് എന്തിനാ എഴുന്നള്ളിച്ചു കൊടുത്തു വെച്ചാൽ ഫണ്ട് കൊടുത്ത പുള്ളിയാണ്. അപ്പോൾ അതിനൊരു കേഴ്സിയായിട്ട് ഹാജരാക്കിയത്. അതുതന്നെയാണ് DK ശിവകുമാറിൻ്റെയും അവസ്ഥ. എന്തുകൊണ്ടാണ് സിദ്ധരാമയ്യെ കൊണ്ടുവരാഞ്ഞത്? എന്തുകൊണ്ടാണ് ശിവകുമാറിനെ കൊണ്ടുവന്നത്? ആലോചിച്ച് നോക്കിയ സംഗതി വ്യക്തമല്ലേ? അപ്പോൾ പണമാണ് പ്രധാനം. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങൾ വെച്ചിട്ടാണ് ഈ യുവ MLA-മാർ, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ജയിച്ചവർ, ഇദ്ദേഹത്തെ പിന്തുണച്ചു. പിന്നെ പഴയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ടായിരുന്നു, അതിപ്പോൾ നാമാവശേഷമായി. അതിൽപ്പെട്ട ആളുകൾ KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആങ്ങളെ ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണും എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട്. അപ്പോൾ നാത്തൂനെ കരയിപ്പിക്കാൻ ഒറ്റ മാർഗമുള്ളൂ, ആങ്ങളെ ചത്താൽ മതി. അങ്ങനെ ആങ്ങളെ കൊല്ലാനായിട്ട് ഗ്രൂപ്പുകാർ തീരുമാനിച്ചു. അതാണ് മറ്റൊരു രംഗം. ഇതൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ പതിവുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഫസൽ ഗഫൂർ പറഞ്ഞ ആ അഭിപ്രായത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ഫസൽ ഗഫൂർ എടുത്തു പറഞ്ഞൊരു പേര് ഭവനം വെങ്കട്ടറാം റെഡ്ഡിയുടെയാണ്. അത് വളരെ കൃത്യമാണ്. കാരണം എന്താ വെച്ചാൽ അത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. 1978 അല്ലെങ്കിൽ 79 ആദ്യം ആന്ധ്ര നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. ആന്ധ്രയിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവ് അവിടുത്തെ ഒരു കരുണാകരൻ എന്ന് പറയുന്നത് ചെന്നറെഡ്ഡിയാണ്. ചെന്നറെഡ്ഡി മുഖ്യമന്ത്രിയാവും. ചെന്നറെഡ്ഡി മുഖ്യമന്ത്രിയാവുന്നു. അതിനുശേഷം ഇന്ദിരാഗാന്ധി പാർലമെൻറ്റിലേക്ക് അയച്ചു. അവർ പ്രധാനമന്ത്രിയാവും. പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ദിരാഗാന്ധി നോക്കുമ്പോൾ ചെന്നറെഡ്ഡി ഒരു തന്നേടിയായിട്ട് ആന്ധ്രയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചെന്നറെഡ്ഡിയെ മാറ്റിയപ്പോൾ അദ്ദേഹത്തെക്കാളും വളരെ ചെറിയൊരാളെ വേണമല്ലോ വെക്കാനായിട്ട്. അതുകൊണ്ട് ഭവനം വെങ്കട്ടറാം റെഡ്ഡിയെ നിയമിച്ചു. ഭവനം വെങ്കട്ടറാം റെഡ്ഡി ആന്ധ്ര പോലുള്ള സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമുള്ള ആളില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റി. എന്നിട്ട് T. അഞ്ജയ്യ എന്ന് പറഞ്ഞ ഏതാണ്ട് 6.25 അടി പൊക്കവും 3 അടി ചുറ്റളവും ഉള്ള ഒരാളെ കൊടുത്തു. അദ്ദേഹത്തിന് ഈ ഉയരവും ചുറ്റളവും മാത്രം ഉണ്ടാകും. അത് വമ്പിച്ച പരാജയമായി മാറി. എന്ന് മാത്രമല്ല, ഈ അഞ്ജയ്യ അന്ന് രാജകുമാരനായിരുന്ന രാജീവ് ഗാന്ധി ബീഗംപേട്ട് വിമാനത്താവളത്തിൽ വെച്ച് അച്ചാലും പൂച്ചാലും ചീത്ത പറഞ്ഞു. അത് കേട്ട് അഞ്ജയ്യ പൊട്ടിക്കൽ. അത് പിറ്റേ ദിവസം പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ആന്ധ്ര തെലുങ്ക് ഗൗരവത്തെ ഇദ്ദേഹം ആക്ഷേപിച്ചു എന്നൊരു പരാതി വന്നു. തുടർന്ന് അഞ്ജയ്യെ മാറ്റിയിട്ട് വിജയഭാസ്കർ റെഡ്ഡിയെ മുഖ്യമന്ത്രിയായി. അങ്ങനെ ഒരു 5 കൊല്ലത്തിനിടയ്ക്ക് 4 മുഖ്യമന്ത്രിമാരെ ആന്ധ്രയിലുണ്ടായി. പക്ഷേ അവിടെ ഇതുപോലുള്ള പൊറാട്ട് നാടകമൊന്നും ഉണ്ടായില്ല. ഇന്ദിരാഗാന്ധി ഒരാളുടെ പേരുള്ളൂ, താനാവട്ടെ എന്ന് പറഞ്ഞാൽ അയാളാവുകയാണ്. അത് പക്ഷേ എന്ത് കുഴപ്പം പറ്റി വെച്ചാൽ അന്ന് വരെ കോൺഗ്രസിൻ്റെ കോട്ടയും കൊത്തളവുമായിരുന്ന ആന്ധ്രാപ്രദേശ് അടുത്ത തെരഞ്ഞെടുപ്പിൽ 1983 ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നമ്പാടി. അങ്ങനെയാണ് NT രാമറാവുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത്. പിന്നെ കോൺഗ്രസ്സുകാർക്ക് ഒരു ഗുണമുണ്ട്, അവർക്ക് ഈ ചരിത്രമൊന്നും അറിയില്ല, അറിയേണ്ട ആവശ്യവുമില്ല. അവരുടെ വിചാരം അവരുടെ തറവാട്ട് ഭാഗത്തും കൊണ്ട് നാട്ടുകാർ വോട്ട് ചെയ്ത് അവർ ജയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നിയ വോട്ട് എന്തുകൊണ്ടും ചെയ്യാം എന്നാണ്. അങ്ങനെ ചിന്തിച്ചാണ് ഇതിപ്പോൾ അതെ വടക്കേ ഇന്ത്യയിലേക്ക് നോക്കി ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയത്. ഇപ്പോൾ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ ഈ തമിഴ്നാട്ടിൽ കാണിച്ചത് അതിന് മലയാളത്തിൽ സഭ്യമായ ഒരു വാക്കുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയില്ല. അതുപോലത്തെ വഞ്ചനയാണ്, രാഷ്ട്രീയ വഞ്ചനയാണ് ചെയ്തത് DMK-യോട്. അവർ ഇന്നലെ വന്ന സിനിമാറിൻ്റെ പുറകെ പോവുകയാണ്. എത്രയോ കൊല്ലമായിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ല, UPA-യുടെ ഭാഗമായിട്ടുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഉണ്ടല്ലോ, അതിൽ നിന്നാണല്ലോ ഇന്ത്യ സഖ്യമുണ്ട്. അതിൻ്റെ നെടുത്തൂടായിരുന്ന പാർട്ടിയല്ലേ DMK. ആ DMK വഞ്ചിച്ചിട്ട്
അവർ ജോസഫ് വിജയ് എന്ന് പറഞ്ഞ സിനിമാറിൻ്റെ പുറകെ പോവുകയാണ്. 5 MLA-മാരുള്ളത്. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണം നമുക്ക് കിട്ടുമോ എന്നറിയാൻ VD സതീശൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. അല്പസമയം മുൻപ് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫും ഡൽഹിയിലേക്ക് പോയി. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ അവസാനിക്കുകയാണ്. ഇനി കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ അത് ഡൽഹിയിലേക്കാണ്. വണ്ടി കയറാൻ VDS-ഉം പോയി ഫ്ലൈറ്റിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇടപെട്ടതിന് ക്ഷമിക്കണം, ഈ ദൃശ്യങ്ങൾ കാണിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ശ്രീ ജയശങ്കർ ഞാൻ ഇടപെട്ടത്. ശ്രീ ഗോപകുമാർ, ഒരു പക്ഷേ നമുക്കറിയില്ല, ഇപ്പം MLA-മാരുടെ തലയെണ്ണിയപ്പോൾ മുൻതൂക്കം അത് സ്വാഭാവികമായും KC വേണുഗോപാലിന് തന്നെയാണ്. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. പലരും തുറന്നു പറയാൻ വരെ തയ്യാറാണ്. അത് കഴിഞ്ഞ് ഇനി ഡൽഹിയിലേക്ക് പോയാൽ അത്ഭുതങ്ങൾ നമുക്കറിയില്ല, എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പം KC വേണുഗോപാൽ വന്നാൽ ഇപ്പോൾ കാണുന്ന ഈ പ്രകടനങ്ങൾ, ഇപ്പോൾ കാണുന്ന ഈ ജനഹിതം, ജനവികാരം, അതൊക്കെ മെല്ലെ കെട്ടടങ്ങില്ലേ? നോക്കുമ്പോൾ കർണാടക നമ്മുടെ മുന്നിലൊരു ഉദാഹരണമായി നിൽക്കുന്നുണ്ട്. അവിടെ പണിയെടുത്തതും പണം കൊണ്ടുവന്നതും DK ശിവകുമാറായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രിയായത് അത് സിദ്ധരാമയ്യാണ്. 2.5 വർഷം എന്നൊക്കെ ആദ്യം കേട്ടു. 2.5 വർഷം കഴിഞ്ഞിട്ടും ആരും മാറിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ മറക്കും. അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്നൊരു വികാര പ്രകടനമായി മാത്രം കണ്ടാൽ മതിയോ? ഒരുപക്ഷെ കെട്ടടങ്ങുമായിരിക്കാം. ഞാൻ ആലോചിക്കുന്ന അതല്ല, എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മുൻ KPC പ്രസിഡന്റ് സുധാകരൻ ഹൈക്കമാൻഡിനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് 4-5 ദിവസം ഡൽഹിയിൽ തങ്ങിയപ്പോൾ അന്ന് ഹൈക്കമാൻഡ് വളരെ വൈകിയാണെങ്കിലും എടുത്തൊരു ഉറച്ച തീരുമാനം, വൈകിയാണ് എടുത്തത്, പാർലമെൻറ്റ് മെമ്പേഴ്സ് ആരും ഇലക്ഷന് നിൽക്കേണ്ട അസംബ്ലിയിലേക്ക്. അങ്ങനെ ഒരു കളിക്കൊരു നിയമമുണ്ടാക്കിയിട്ട് ആ നിയമമല്ലേ ഇപ്പോൾ ഇവിടെ നിഷേധിക്കപ്പെടുന്നത്? ആ ഒരു നിയമം നിലവിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് മാത്രം അത് ഇളവ് ചെയ്തു കൊടുക്കുക വിജയം വന്നതിന് ശേഷം, ഇത് രാഷ്ട്രീയപരമായിട്ടൊരു ധാർമ്മിക പ്രശ്നം ഉയർത്തുന്നില്ലേ എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ജനവികാരത്തെ മറക്കാൻ പറ്റില്ല. പഴയകാലത്ത് ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സിൽ തനിച്ച് യുദ്ധം ചെയ്ത് കോൺഗ്രസ് പാർട്ടിയെ കൂടെ കൊണ്ടുവന്നത് അവരുടെ വ്യക്തിത്വത്തിലും അവരുടെ കഴിവിലുമാണ്. എത്രയോ മുതിർന്ന നേതാക്കന്മാർ മറുവശത്തുണ്ടായിരുന്നെങ്കിലും ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ്സിനാണ് വലിയ അംഗീകാരം കിട്ടിയതും പാർട്ടി അവരുടെ കൂടെ നിന്നതും, നേതാക്കന്മാരെല്ലാം മറുവശത്തായിരുന്നെങ്കിൽ പോലും. അതേപോലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ഒരു ആൾക്കൂട്ട സ്വഭാവമുണ്ട്. അത് മറ്റ് കേഡർ പാർട്ടികളെ പോലെ ഒരിക്കലും പ്രവർത്തിക്കില്ല. ഈ ആൾക്കൂട്ട സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അത് താൽക്കാലികമാണെങ്കിലും ഇമോഷണലാകും. അതിൻ്റെ റിഫ്ലക്ഷൻ പല രീതിയിൽ വരും. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തൽക്കാലം കെട്ടടങ്ങുമെങ്കിലും പുത്തരിയിൽ കല്ല് കടിച്ചൊരു പശ്ചാത്തലത്തിൽ പിന്നീട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു ഇമേജ്, ആ ഒരു പ്രതിച്ഛായ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അതോ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് ഇത് വഴിതെളിയിക്കുമോ? അത് പിൽക്കാലത്ത് ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ തിരിച്ചടി തുടങ്ങുമോ? ഇപ്പോൾ ദേശീയപരമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെ കോൺഗ്രസ്സിന് അത്ര നല്ല കാലമൊന്നും അല്ല ഉള്ളത്. സംസ്ഥാനത്തൊരു വലിയൊരു നേട്ടമുണ്ടാക്കി, അതിന് കൂട്ടായ്മ പ്രവർത്തനമുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവിടെയൊക്കെ നല്ലതുപോലെ പ്രവർത്തിച്ച, ഇപ്പോൾ ജയിച്ച് അസംബ്ലിയിൽ വന്ന 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരുള്ളപ്പോൾ അതിൽ ഒരാൾക്കുള്ള ജനകീയത വീണ്ടും വീണ്ടും തെളിയിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു കെട്ടിയിറക്കുന്നൊരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പൊതുജന അഭിപ്രായം പറയും. സാധാരണക്കാർ പറയുന്നത് ഇതാണ്, കോൺഗ്രസ്സിനൊരു ജീവൻ വന്നത് സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണെന്നാണ്. അതൊക്കെ എങ്ങനെ കാണാതിരിക്കും? അപ്പോൾ ഇതൊക്കെ ഹൈക്കമാൻഡ് ഇഗ്നോർ ചെയ്തുകൊണ്ട് പവറുള്ളിടത്ത്, ഇവിടെ നേരത്തെ പറഞ്ഞ ഒരാൾ അധികാരമുള്ളിടത്താണ് MLA-മാർ നിൽക്കുന്നതെന്ന് പറഞ്ഞത് 100% ശരിയാണ്. അത് KC വേണുഗോപാലിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. അത് കാരണം നമുക്കറിയാം എന്താണ് കാരണം. അപ്പോൾ അധികാരത്തിൻ്റെ കൂടെ മാത്രം നിൽക്കുകയും ജനവികാരം തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ഹൈക്കമാൻഡ് ചെയ്യുന്നത് ഒരു കണക്കിന് ബുദ്ധിശൂന്യമല്ലേ? ഭാവിയിൽ കോൺഗ്രസ് എങ്ങനെ മുന്നോട്ട് പോകും? ഇത്തരം നേതാക്കന്മാരെ വെച്ചുകൊണ്ട് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മറുവശത്ത് പ്രതിപക്ഷം താൽക്കാലികമായി തോറ്റെങ്കിലും അവർക്ക് സകുടഞ്ഞെണീറ്റ് വരാൻ വലിയ സമയമൊന്നും വേണ്ട. സംഘടനാപരമായിട്ട് അവരുടെ ശക്തികളൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ നമ്മൾ പരീക്ഷിക്കാത്ത ഒരാൾ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾക്ക് വൈദഗ്ധ്യമുണ്ട്, ഇടതുപക്ഷം കൊണ്ടുവന്ന എല്ലാ ചോദ്യങ്ങളെയും മുനയൊടിച്ച് കഴിയുന്ന രീതിയിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, ഒരു ആസ്പിറേഷണലായിട്ട് ഭാവി എന്താണ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ
അപ്പോൾ പരീക്ഷിക്കാത്ത ഒരാളെ പരീക്ഷിക്കുകയല്ലേ വേണ്ടത്. അതിൽ പ്രത്യേകിച്ച് 5 കൊല്ലം വെള്ളം കോരി ഇട്ടിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വനവാസത്തിന് പൊയ്ക്കൊള്ളണം എന്നുള്ള മട്ടിൽ നിൽക്കുകയാണോ? ഇതൊരു രാഷ്ട്രീയ ധർമ്മത്തിൻ്റെയും കൂടെ ഒരു മൊറാലിറ്റിയും കൂടെ ഒരു പ്രശ്നമില്ലേ എന്നും കൂടി നമുക്ക് ഈ അവസരത്തിൽ ചോദിക്കേണ്ടി വരും. ശരി, നമുക്കറിയാം ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉണ്ടായ സമയത്ത് ചില MP-മാർ മത്സരിക്കണമെന്ന ആഗ്രഹം ചിലർ പരസ്യമായി പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ കടുംപിടുത്തം പിടിച്ചത് കണ്ണൂർ MP കെ സുധാകരനാണ്. അപ്പോൾ കെ സുധാകരന് വേണ്ടി VD സതീശൻ ആണ് MP-മാർ മത്സരിക്കേണ്ടതെന്ന നിലപാടെടുത്തെന്നൊക്കെ കേട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് VD സതീശനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അന്ന് മാർച്ച് 13-ാം തീയതിയാണിത്. പറവൂരിലടക്കം കേസുകാരന് അനുകൂലമായ പോസ്റ്റുകളും അതെനിക്കറിയില്ല. പറവൂരിൽ പോസ്റ്റ് വെച്ചിട്ട് എന്താ കാര്യം? പറവൂരിൽ എന്താ പ്രശ്നം? പറവൂരിലാണ് അദ്ദേഹം മത്സരിക്കുക, സീറ്റ് ചോദിച്ചേക്കണത്. അത് ഞാൻ മാറിക്കൊടുക്കുക. ശ്രീ ഫസൽ ഗഫൂർ, ഇത് കെ സുധാകരനുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ വെറും ഒരു MLA എന്നുള്ളതാണ് VD സതീശന്റെ സ്റ്റാൻഡ് എന്നറിയുന്നു. അത് എത്രത്തോളം അങ്ങനെ കഴിയും? ആ ഒരു ഇക്വേഷനൊക്കെ എങ്ങനെയായിരിക്കും? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു വെറും MLA ആയി സഭയിൽ സതീശൻ, KC വേണുഗോപാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ, ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അതോ ഇത് തീർത്തും ഹൈപ്പോത്തറ്റിക്കലായ ഒരു സിറ്റുവേഷൻ ആണോ? ഞാൻ പറയട്ടെ, വളരെ അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയാം. സതീശൻ കുറച്ച് വാശിയുള്ള ഒരാളാണ്, അങ്ങനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവക്കാരനല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ പറ്റിയിട്ട് നല്ല മതിപ്പുള്ള ഒരാളാണ്, വ്യക്തിത്വം. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ അപമാനിച്ചു വിട്ടു എന്ന് പറയണമെങ്കിൽ അദ്ദേഹം നിൽക്കൂല. പക്ഷേ ഇനി തിരിച്ച് നമ്മുടെ 2ാം ഭാഗം ഗെയിം ആരംഭിക്കാൻ പോകുന്നുള്ളൂ. കഹാനി അഭി ബാക്കി ഹേ. എന്താണ് ബാക്കി? ഞാൻ പറഞ്ഞുതരാം. അതായത് ഇനി മന്ത്രിമാരെടുക്കണം. ഈ മന്ത്രിമാരെടുക്കുമ്പോൾ ഈ വേണുവിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്കപ്പം അറിയാം. ഈ കോൺഗ്രസ് സ്വഭാവം അങ്ങനെയാണല്ലോ, മനസ്സിലായില്ലേ, നിർഭാഗ്യവശാൽ. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മന്ത്രിസ്ഥാനമൊന്നും കിട്ടാത്ത ആൾക്കാരൊക്കെ ഇവരൊക്കെ കൂടെ സതീശനിലോട്ട് ഗ്രാവിറ്റേറ്റ് ചെയ്തിട്ട് കേരളത്തിലെ പുതിയ, അതായത് സതീശൻ്റെ കാലഘട്ടത്തിലും രമേശിൻ്റെ കാലഘട്ടത്തിലും ഗ്രൂപ്പിസം ഇല്ലാതായതാണ് കോൺഗ്രസ്സിൽ. ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിടിപ്പില്ലായ്മ കൊണ്ട് കേരളത്തിൽ ശക്തമായ 3 ഗ്രൂപ്പ് ഉണ്ടാവുന്നു. മുഖ്യമന്ത്രി ഒരാളായി കഴിഞ്ഞാൽ ആരായിക്കോട്ടെ മറ്റ് 2 ഗ്രൂപ്പും കൂടെ ഒന്നാവും, ഉറപ്പാണ്. ഇവരെല്ലാം ഒന്നായിരുന്നു. അപ്പോൾ ഒന്നായിട്ട് ഇതിൽ കിട്ടാത്ത സ്ഥാനം കിട്ടാത്ത ആൾക്കാരൊക്കെ കൂടെ അവരെ കൂടെ ജോയിൻ ചെയ്യും. പ്രത്യേകിച്ച് ഇതിലെ സീനിയർ അംഗങ്ങൾ. ഇനി സതീശിന് എതിർപ്പുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പല അംഗങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് സീനിയോറിറ്റി ഇല്ല, ഞങ്ങളൊക്കെ ഇവിടെ എത്ര കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ചാൻസുകളും ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഒരുപാട് സീനിയർ, ഒരാളൊന്നുമില്ലോട്ട് പറഞ്ഞു, ഒരുപാട് സീനിയർ അംഗങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി ഏറ്റവും വേറൊരു സംഭവം പറഞ്ഞുതരാം. ഈ നമ്മുടെ ജയശങ്കറൊക്കെ വലിയൊരു കുരിശുദ്ധം നടത്തിയതാണല്ലോ. ജയശങ്കർ മാത്രമല്ല പലരും ഉണ്ട്, അതായത് അഗെയിൻസ്റ്റ് പിണറായി വിജയൻ. ഇപ്പം അതിനെ പറ്റിയിട്ടൊന്നും ആരും കേൾക്കുന്നില്ലെന്നേ. എന്തൊരു 4-ാം തീയതിക്ക് ശേഷം ഈ കോൺഗ്രസ് വന്നതിന് ശേഷം അത് പിക്ചറിന് അങ്ങോട്ട് പോയിരിക്കുകയാണ്. പത്രങ്ങളിലൊക്കെ ചെറിയൊരു കോളം വരണുള്ളൂ. അതായത് പ്രതിപക്ഷ നേതാവോ, അത് പാർട്ടിയിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെ ആ പാർട്ടി ഉണ്ടാവുമോ, അതൊന്നും ആർക്കും ഇപ്പോൾ ചർച്ച ചെയ്യണ്ട. ആൾക്കാർ വൈകാരികമായിട്ട് ഞാൻ പറയാം ഇതിനെടുത്തിരിക്കുകയാണ്. അതിന് അതുവരെ ഞാൻ പറയട്ടെ, മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഒരാളെ പ്രൊജക്റ്റ് ചെയ്തു? നിങ്ങൾക്ക് 3 പേരെ പ്രൊജക്റ്റ് ചെയ്യാമല്ലോ ആദ്യമായി തൊട്ടിട്ടെ. അതിന് പകരമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് പ്രൊജക്റ്റ് ചെയ്തത് ഒരാളെയാണ്. ആ പ്രൊജക്റ്റ് ചെയ്ത ആളെ നിങ്ങൾ ആക്കിയില്ലെങ്കിൽ അതാണ് ജനവികാരം. അപ്പോൾ അവർ അതാണ് അതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഘടകകക്ഷികൾ, ഞാൻ ഈ പലരായിട്ടൊക്കെ നേരിട്ട് വളരെ അടുപ്പവും ബന്ധമുള്ളതാണ്. കാരണം ഞങ്ങളായിട്ടൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. വെള്ളപ്പള്ളി പറഞ്ഞ മാതിരി ഞങ്ങളൊരു സാമുദായിക സംഘടനയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അവർ പലരായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഘടകകക്ഷികളായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ഫിഗർ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ ഭവനം വെങ്കട്ടരാമ റെഡ്ഡിയുടെ കാര്യം പറഞ്ഞ മാതിരി ജയശങ്കർജി നമ്മളെ വേണമെങ്കിൽ തിരുത്താം. 4 ലക്ഷം വോട്ടാണ് മറ്റേ ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ളത്. ഏത് നമ്മുടെ വേണുവിന് 3,20,000 കണ്ട് ആരിഫിന് കിട്ടി, 290 കിട്ടി ശോഭാ സുരേന്ദ്രന്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ യോജിക്കുകയാണെങ്കിൽ വേണുവിന് കിട്ടിയതാണ്. വേണു ഒരു അതികായകനായിട്ടുള്ളൊരു നേതാവാണ് കോൺഗ്രസ്സിൽ. അതിന് പകരം നമ്മളൊരു ബൈ ഇലക്ഷൻ വരെയാണെങ്കിൽ ലോകസഭയിൽ ആരുണ്ട് ഇനി ഒരു അതികായകൻ അവിടെ പോയിട്ട് മത്സരിക്കാനായിട്ട്?
അപ്പോൾ ആ മത്സരം വരുമ്പോൾ അധ്യപക്ഷവും, അതാണ് ഈ ഘടകകക്ഷികൾ പറയുന്നത്, അധ്യപക്ഷവും തോക്കും. അത് പി ജെ ജോസഫും പറയുന്നുണ്ട്, കുഞ്ഞാലിക്കുട്ടിയും പറയുന്നുണ്ട്, എല്ലാവരും പറയേണ്ടത്. അപ്പോൾ അതുകൂടിയ ഒരു വലിയൊരു ഫാക്ടറാണ് ഇവിടെ. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ വിജയത്തിൽ നിന്ന് നൗ വി ആർ സ്നാച്ചിങ് ഡിഫീറ്റ് ഔട്ട് ഓഫ് ദി ജോസ് ഓഫ് വിക്ടറി. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായിട്ടൊരു വലിയൊരു ഗ്രൂപ്പിസം ഉണ്ടാവുക, അതിലത്തെ അടി ലെവലിലുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ ഇടപെടുക, മാത്രമല്ല വിശ്വാസമില്ലായ്മ എന്താ ഒബ്സർവേഴ്സിനെ പറ്റിയിട്ട്. കാരണം ഒബ്സർവേഴ്സ് ഇങ്ങനെയാണ്. ഇപ്പോൾ ദീപാദാസ് മുൻഷിയെ പറ്റിയിട്ട് നമ്മൾ അവരെ പറ്റിയിട്ട് പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ ഭാര്യയായിരുന്നുള്ളവരൊക്കെ വളരെ പഴയൊരു ലീഡറാണ്. പക്ഷെ അവരൊക്കെ പക്ഷം പിടിക്കുന്നു എന്നുള്ളത് സതീശൻ തന്നെ പറയാണ്. ഏത് ഇപ്പം നിങ്ങൾ വിട്ട ഈ പേപ്പർ ശരിയാണോ അല്ലെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതൊക്കെ വളരെ വളരെ ലൂസായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പിടിപ്പില്ലായ്മയുടെ കാര്യങ്ങൾ ചെയ്തിട്ട് അതെല്ലാം ഇപ്പോൾ ജനത്തിൻ്റെ മുന്നിൽ ചാനലുകാർ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്ത് പറ്റി? ഇപ്പം മീഡിയ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ജനം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഘടകകക്ഷികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേസമയം അപ്പുറത്തെ രണ്ട് പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ആ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെ കൊച്ചാക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ രാജഗോപാലാണെന്ന് പറഞ്ഞത്. അതായത് അവർ കൊച്ചാക്കാൻ, അവർക്ക് പ്രാഗൽഭ്യമൊന്നും ഒരു കുറവുമില്ല. ഞാൻ തീർത്തും പറഞ്ഞുതരാം. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഈ 3 പേരും ഷൈൻ ചെയ്യും. പക്ഷേ ഇതിൻ്റെ പ്രക്രിയ നടത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് മനസ്സിലായി. ഇനി അത് വേണുവിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ കോക്കസ്. മനസ്സിലായില്ലേ? കോക്കസ് എന്നൊരു വാക്കുണ്ട് ഇതിൻ്റെ ഹൈക്കമാൻഡ്. അങ്ങനെ പാടില്ലല്ലോ. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇന്ദിരാഗാന്ധിയുടെ മാതിരി അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ മാതിരി ഒരു തീരുമാനം എടുത്തു തുടങ്ങി. ആ തീരുമാനം എടുക്കുന്നതിന് പകരമായിട്ട് ഇതെല്ലാം റോട്ടിൽ വലിച്ചഴിച്ച്. പിന്നെ വേറെ കാര്യം, ഇടുക്കി DCC പറയുന്നു എന്തെന്ന് നടപടിയെടുക്കും. കോൺഗ്രസ് നടപടിയെടുത്ത് നമുക്കറിയാം. വിപ്പ് ലംഘിച്ച സുധീരനല്ലേ പിന്നീട് KPCC പ്രസിഡൻ്റായത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓരോ ചരിത്രങ്ങൾ കോൺഗ്രസ്സിലുള്ളതല്ലേ. അപ്പോൾ ആ വിപ്പ് അച്ചടക്ക നടപടിയിലൊന്നും കാര്യമൊന്നുമില്ല. ചിലപ്പോൾ രജിൽ മാക്കുറ്റി തിരിച്ചു വന്നില്ലേ, അദ്ദേഹത്തിനെതിരായിട്ട് കോൺഗ്രസിൻ്റെ അച്ചടക്കമൊക്കെ കറക്കന്നെ. അതൊക്കെ ഒരു മാന്യമായ രീതിയിലാണ്, സൗഹാർദ്ദത്തിൻ്റെ അച്ചടക്കല്ലേ എടുക്കുള്ളൂ. അത് വലിയൊരു ഇഷ്യൂ ആയിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഏതായാലും ഞാനിത് മുഴുവൻ കാണുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. എനിക്ക് പറയുന്നതിൽ യാതൊരു മടിയില്ല. അവരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഹൈക്കമാൻഡ് ആരാണ് പറഞ്ഞ മാതിരി, ലോ കമാൻഡാണോ, ആരാണ് ഇൻ കമാൻഡ്, ഹൂ ഇസ് ദ ക്യാപ്റ്റൻ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന രീതി പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഏറ്റവും കൗതുകമുള്ള ഒരു പ്രതികരണം ഇന്നലെ കേട്ടത് അത് നമ്മുടെ CR മഹേഷ് MLA ഭാഗത്തു നിന്നാണ്. കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കരുത് എന്ന് പ്രതികരണം പരസ്യമായി തന്നെ പറയാൻ ഒരു കോൺഗ്രസിന്റെ MLA ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. അപ്പൊ CR മഹേഷാണ് ഇതിൽ ജനവികാരം എന്താണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അത് പരസ്യമായി പറഞ്ഞത് CR മഹേഷാണ്. ശ്രീ TK രാജഗോപാൽ, ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നിർണായകമായ ക്ലൈമാക്സ്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ക്ലൈമാക്സിന് വേണ്ടിയിട്ട് നേതാക്കളൊക്കെ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഇവിടെ ആലപ്പുഴയിൽ ഒരു പാർലമെന്റ് ബൈ ഇലക്ഷൻ ഒക്കെ വന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളൊക്കെ നടന്നു. താങ്കളുടെ സ്ഥലമാണ്, താങ്കളുടെ നാടാണ്, എന്ത് തോന്നുന്നു? ഞാനത് പറയാം. അതിനു മുമ്പേ എനിക്ക് ഡോക്ടർ ഗോപകുമാർ സാറ് പറഞ്ഞ അഭിപ്രായത്തോടെ എനിക്ക് പരിപൂർണമായൊരു പിന്തുണ അറിയിക്കാനുണ്ട്. സാർ, കേരളത്തിന് ഇപ്പോൾ ഒരു നല്ല മുഖ്യമന്ത്രിയല്ല വേണ്ടത്, കേരളത്തിനൊരു നല്ല ധനകാര്യമന്ത്രിയാണ് വേണ്ടത്. ആ അഭിപ്രായം സാറ് പറഞ്ഞ അഭിപ്രായം 101% ശരിയാണ്. മുഖ്യമന്ത്രി ആർക്കുമാകാം, സഭയെ നയിച്ചുകൊണ്ട് പോയാൽ മതി, അല്ലെങ്കിൽ മുന്നണിയെ നയിച്ചുകൊണ്ട് പോയാൽ മതി. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ എന്താണ്? എന്നെക്കാട്ടിൽ സാറിന് അക്കാര്യത്തെക്കുറിച്ച് അറിയാവുന്നതാണ് അല്ലേ? ക്ഷേമ പെൻഷൻ 2000-ൽ നിന്ന് 3000 രൂപയാക്കി കൊടുക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് അല്ലേ? അതേപോലെ തന്നെ ഒരുപാട് കുടിശ്ശികളും ബാക്കി നിൽക്കുകയാണ്. ഈ ക്ഷേമ പെൻഷൻ 3000 രൂപയ്ക്കകത്ത് തന്നെ ഏതാണ്ട് മാസം ഏതാണ്ട് 2000 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുന്നത്. 2000 കോടി രൂപയാണ് ആവശ്യമായിട്ട് വരുന്നതാണ് പറയുന്നത്. ഇതിനൊക്കെ നമ്മൾ റിസോഴ്സ് എന്താണ് സാറേ? ഇതിനൊക്കെ എവിടെ നമ്മളിത് കണ്ടെത്തും? അതേപോലെ തന്നെ വലിയ പ്രഖ്യാപനമായിരുന്നല്ലോ നമ്മുടെ സർക്കാർ ബസ്സുകളിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അത് ഇവിടുത്തെ പോലെ ഓർഡിനറി സർവീസുകളിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റേ ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും ഒന്നും വന്നതായിട്ട് അതിനെക്കുറിച്ചൊരു വിശദാംശങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ പോലും ഇന്നിപ്പോൾ സർക്കാർ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, KSRTC കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എത്ര പുരുഷന്മാർ ബസ്സിൽ യാത്ര ചെയ്യുന്നു, എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ KSRTCയുടെ അവസ്ഥ അറിയാമല്ലോ.
നമ്മൾ ആ മന്ത്രിയെ ഗണേഷ് കുമാർ, എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് താല്പര്യമൊന്നും ഉണ്ടായിട്ട് ഞാൻ പറയുകയല്ല, പക്ഷേ KSRTC രക്ഷപ്പെട്ടു വരികയായിരുന്നു. അവരുടെ ബജറ്റ് ടൂറിസം, അതേപോലെ തന്നെ അവരുടെ ലോങ് ഡിസ്റ്റൻസ് ബസ്സുകളിൽ, പിന്നെ ഇൻ്റർ സ്റ്റേറ്റ് ബസ്സുകളിൽ ഈ സർവീസുകളൊക്കെ കൊണ്ട് അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പാക്കി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഓടുന്ന പിന്നെ എല്ലാ ടോയ്ലറ്റ് സൗകര്യങ്ങളോട് കൂടിയ ബസ്, പാൻട്രി വരെ സൗകര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ KSRTC ഒന്ന് രക്ഷപ്പെട്ട് വരികയായിരുന്നു. അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം അല്ലേ, അവിടുത്തെ ജീവനക്കാർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നു, പെൻഷൻ കിട്ടുന്നു. ഇതിനൊക്കെ നമ്മൾ ഫണ്ട് കണ്ടെത്തേണ്ടി വരും. ഈ സൗജന്യ യാത്രയാക്കി കഴിഞ്ഞാൽ KSRTCയുടെ അവസ്ഥ എങ്ങോട്ട് പോകും? പിന്നെ ഞാൻ ശമ്പളം, പെൻഷന്, മറ്റു കാര്യങ്ങൾ, നമ്മുടെ ആളോഹരി കടങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാറ് ചൂണ്ടിക്കാണിച്ച മറ്റൊരു പോയിന്റ് ശരിയാണ്. വളരെ മിടുക്കനായ ഒരു സാമ്പത്തിക വിദഗ്ധനാണ് ശ്രീ VD സതീശൻ. നമ്മൾ പല സമയത്ത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ ശ്രീ തോമസ് ഐസക്കുമായിട്ട് നടക്കുന്ന സംവാദങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ പുറത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. മിടുക്കനാണ് VD സതീശൻ. ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി കസേരയെക്കാട്ടിൽ അദ്ദേഹത്തിന് ഏറ്റവും സ്യൂട്ടബിളായിട്ട് വരുന്നത് ധനകാര്യമന്ത്രി എന്നുള്ള നിലയിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സംസ്ഥാനം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സംസ്ഥാനം രക്ഷപ്പെടുക, അതോടൊപ്പം തന്നെ കോൺഗ്രസും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിനൊരു നല്ല കാര്യമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ചോദിച്ചത് ആലപ്പുഴയിലെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ആലപ്പുഴ അസംബ്ലി മണ്ഡലങ്ങളിൽ ശരിയാണ്, കഴിഞ്ഞ 2024 തിരഞ്ഞെടുപ്പിൽ അതിശക്തമായ മത്സരമാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്നത്. പണ്ടത്തെ പോലെ തന്നെ വേണുഗോപാലിനെ തോൽപ്പിക്കുന്ന വേണുഗോപാൽ വീണ്ടും തിരിച്ചു വന്നു, കേരള പൊളിറ്റിക്സിലേക്ക് വന്നു. അദ്ദേഹം 2019 മാത്രമേ മത്സരിക്കാതിരുന്നിട്ടുള്ളൂ കേട്ടോ, 2019 മാത്രമേ. അതിന് തുടർച്ചയായിട്ട് മുമ്പ് 2 തവണ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്, അസംബ്ലിയിലും മത്സരിച്ചിട്ടുണ്ട്, 3 തവണ അസംബ്ലിയിൽ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് മന്ത്രിയായിട്ടുണ്ട്, സംസ്ഥാനത്ത് മന്ത്രിയായിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാം നല്ല ട്രാക്ക് റെക്കോർഡുണ്ട് വേണുവിന്. അതേപോലെ തന്നെയാണ് അദ്ദേഹം ഈ പറഞ്ഞ ഒരു പരാജയവും അദ്ദേഹം ആ മണ്ഡലത്തിൽ അനുഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാകേണ്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ എന്നൊരു സ്ഥാനാർത്ഥി വന്നു. ശക്തമായ മത്സരമായിരുന്നു. എനിക്ക് തോന്നുന്നത് വേണുഗോപാൽ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ കടന്നുകൂടിയത്. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് 2019 സാഹചര്യത്തിൽ 2019 ശബരിമല പ്രക്ഷോഭത്തെ തുടർന്ന് നടന്ന സമരമുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ്. ആ സമയത്ത് UDFന് 19 സീറ്റ് കിട്ടി, LDFന് ഒരൊറ്റ സീറ്റാണ് കിട്ടിയത്. അത് ആലപ്പുഴയിൽ നിന്ന് ആരിഫിന് കിട്ടിയ സീറ്റാണത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ, ഞാനൊരു ആലപ്പുഴക്കാരനല്ല, ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് KC വേണുഗോപാലാണ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ. അന്ന് KC വേണുഗോപാൽ മത്സരിച്ചില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം പറയുന്നത് പൂർണ്ണമായി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും സമയം ഇവിടെ അവസാനിക്കുകയുമാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഒരു വലിയ തരംഗം, ഒരു വലിയ സുനാമിയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടത്. കോൺഗ്രസിന് അനുകൂലമായി, UDFന് അനുകൂലമായി. ഇനി നമുക്കറിയേണ്ടത് അവരുടെ മുഖ്യമന്ത്രി ആരാണെന്നാണ്. ഇപ്പോൾ പലവിധ ചർച്ചകൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തമ്മിൽ തല്ലുന്ന നിലയിലേക്ക് പോകുമോ എന്നറിയില്ല. എത്രയും പെട്ടെന്ന് ഞായറാഴ്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വെറും 24 മണിക്കൂറിന്റെ കാത്തിരിപ്പ്. അത് കഴിഞ്ഞ് മന്ത്രിമാരുണ്ട്, അതൊക്കെ നമ്മൾ അറിയാനുള്ള വലിയ ആകാംക്ഷയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് UDF അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പറയട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും, ചർച്ച കണ്ട പ്രേക്ഷകർക്കും.